അങ്ങനെ വരുന്ന വർക്കുകൾ വാട്ടർ ലെവലിൽ പില്ലർ ഒരിക്കലും ഇടാൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും പള്ളിപ്പറമ്പിൻ്റെ പുതിയ വീഡിയോയിലൂടെ സ്വാഗതം. നമ്മളിപ്പോൾ 2 ദിവസമായിട്ടൊന്നും മര്യാദക്കൊന്നും വീഡിയോ ഒന്നും ഇട്ടുണ്ടായിരുന്നില്ല, കാരണം കുറച്ച് ബിസി ആയിപ്പോയി, അതുകൊണ്ട് ഇടാഞ്ഞത്. അപ്പോൾ അതായത് നമ്മൾ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ കാർ പോർച്ച് പണി വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. ഈ കാണുന്ന പറഞ്ഞാൽ നമ്മൾ ഔട്ടറായിട്ട് എടുത്തതാണെന്ന് പറയുന്ന 4 ഫ്രെയിമാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ പാത്തി ഇടാനുള്ള ഒരു ഗ്യാപ്പിനോട് നമ്മളൊരു 3 സെക്ഷനോട് ഓടിച്ചത്. ഇത് 3 16 ഗേജാണ്. പിന്നെ ഈ കാണുന്ന റാഫ്റ്ററെല്ലാം അത് പിന്നെ പർലിനായിട്ട് നമുക്ക് ആകെ 2 ലെയർ വരുന്നുള്ളൂ. 80 സെൻറ്റിമീറ്റർ ഗ്യാപ്പിനാണ് നമ്മൾ പർലിന് അടിച്ചേക്കുന്നത്. അപ്പോൾ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ. ഇനിയിപ്പോൾ ഇതിൻ്റെ 4 ഔട്ടറിൽ കൂടി ഒരു 1.25 ഒരു ബോർഡറും കൂടി വരുന്നുണ്ട്. പിന്നെ ഈ ഒരു വർക്കിൻ്റെ എന്ന് പറഞ്ഞാൽ ഇത് സ്ഥലം ചരിവാണ്. അതായത് വീടായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു സൈഡിൽ 2.5 മീറ്ററും ഒരു സൈഡിൽ 3.20 വന്നേക്കണത്. അപ്പോൾ അങ്ങനെ വരുന്ന വർക്കുകൾ വാട്ടർ ലെവലിൽ പില്ലർ ഒരിക്കലും ഇടാൻ പറ്റില്ല. അതറിയാവുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. അതായത് വാട്ടർ ലെവലിൽ പില്ലർ ഇട്ട് കഴിഞ്ഞാൽ ഈ വർക്കിൻ്റെ ഫ്രെയിം പിരിഞ്ഞിരിക്കും. ഒരു മിക്ക സ്ഥലത്ത് ഞാൻ ചിലവരൊക്കെ എല്ലാവരും അല്ല കേട്ടോ, ചില ആൾക്കാരൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്. അതായത് പില്ലർ ഇതുപോലെ സ്ഥലം ചരിവുള്ള വർക്കുകൾക്കൊക്കെ പില്ലർ വാട്ടർ ലെവലിൽ ഇടും, എന്നിട്ട് ഫ്രെയിം സെറ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഓരോ റാഫ്റ്റർ തമ്മിൽ നോക്കുമ്പോൾ പിരിച്ചിലുണ്ടാവും. അപ്പോൾ അതറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോ, അതെന്താണ് നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും ഇത് തീർത്തിട്ട് ഈ വർക്കിൽ തീർത്തിട്ട് ഇന്ന് തന്നെ നമ്മൾ വീഡിയോ ഇടും. ഇന്ന് നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. വൈകുന്നേരം തന്നെ ഇതിൻ്റെ ഷീറ്റൊക്കെ അടിച്ച് പെയിൻ്റൊക്കെ അടിച്ച് ഫിനിഷ് ചെയ്തിട്ട് വൈകുന്നേരം വേറെ വീഡിയോ ഇട്ട് വരാം. ഓക്കെ.